അമ്മ ഭരണസമിതിയിൽ വീണ്ടും രാജി. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ആശ അരവിന്ദ് രാജിവെച്ചു. ജനറൽ ബോഡി എടുത്ത തീരുമാനത്തിനെതിരായി നിൽക്കുന്നത് ശരിയല്ല എന്ന ബോധ്യം തനിക്കുണ്ടെന്ന് ആശ അരവിന്ദ്. തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, നേരത്തെ അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നും ആശ രാജിവെച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. വിവരങ്ങൾ. ജനറൽ ബോഡിയിൽ വെച്ച് ഒരു തീരുമാനമെടുത്തതിന് പിന്നാലെ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ആ അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നതിന് പിന്നാലെ ചെറിയ തർക്കങ്ങളൊക്കെ ഉടലെടുക്കുകയും ആശ അരവിന്ദ് അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചിരുന്നു. അഡ്ഹോക് കമ്മിറ്റിയിലെ ആദ്യത്തെ രാജി കൂടിയായിരുന്നു അന്ന് ആശ അരവിന്ദിന്റേത്. പിന്നീടാണ് ഇപ്പോൾ അതിനിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തുടരുകയും ചെയ്തിരുന്നു. നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് തുടരാം എന്ന രീതിയിലേക്ക് കോടതി അനുമതി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അത് പിന്നീട് വലിയ വിഷയങ്ങളാവുകയും തർക്കമാവുകയും ചെയ്തു. ഇതിനിടെ ശ്വേതാമേനോന്റെ പ്രതികരണം ഉൾപ്പെടെ വലിയ വാർത്തയും പ്രശ്നങ്ങളും ഒക്കെയായി തർക്കങ്ങൾ തുടരുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ആശ അരവിന്ദ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നുകൂടി രാജിവെച്ചിരിക്കുന്നത്. നിലവിൽ അമ്മയുടെ പൊട്ടിത്തെറികൾ ഇപ്പോഴും വീണ്ടും തുടരുകയാണ്. ഈ ജനറൽ ബോഡി എടുത്ത തീരുമാനം അതിനെതിരായി, കാരണം ജനറൽ ബോഡി നേരത്തെ തീരുമാനിച്ചത് അഡ്ഹോക് കമ്മിറ്റിയെ ചുമതലപ്പെടുത്താനാണ്. കാരണം ആ ജനറൽ ബോഡി യോഗത്തിൽ വെച്ചാണ് ശ്വേതാമേനോൻ ഉൾപ്പെടെ ഇറങ്ങിപ്പോവുകയും രാജിവെക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. തുടർന്നാണ് ജനറൽ ബോഡി അഡ്ഹോക് കമ്മിറ്റിയെ ചുമതല ഏൽപ്പിക്കുന്നത്. ആ തീരുമാനത്തിനെതിരായി തനിക്ക് നിൽക്കാൻ കഴിയില്ല, അത് ശരിയല്ല എന്ന ബോധ്യം തനിക്കുണ്ട്. ഇതുകൂടാതെ സംഘടനയുടെ തീരുമാനങ്ങളെ താൻ മാനിക്കുന്നു, അന്തസ്സും ഐക്യവും കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നു എന്നുകൂടി ആശ ഈ രാജിക്കത്തിൽ പറയുന്നുണ്ട്. ഇന്നാണ് ഇപ്പോൾ ആശ ഔദ്യോഗികമായി രാജിക്കത്ത് കൈമാറിയത്. ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഏറെക്കുറെ ഒട്ടുമിക്ക അംഗങ്ങളും രാജിവെച്ചിട്ടുണ്ട്. പ്രസിഡന്റായി ശ്വേതാമേനോൻ പോയി തുടരുകയാണ്. പക്ഷേ ശ്വേതാമേനോനെതിരെ വലിയ പ്രതിഷേധം ഇതിനുള്ളിൽ സംഘടനയ്ക്കുള്ളിൽ ഉയരുന്നുണ്ട്. വലിയ തർക്കങ്ങളും ഒരു വാട്സ്ആപ്പ് ചാറ്റുകളും ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തതാണ്. എന്തായാലും നിലവിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗ സ്ഥാനം ആശ അരവിന്ദ് രാജിവെച്ചിരിക്കുകയാണ്.